മുംബൈ നഗരത്തിൽ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കഷ്ടപ്പെടുമ്പോഴും ഗാന്ധിയെപ്പോലെ നേർവഴിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നായകൻ. പക്ഷേ സമൂഹം അവനെ അതിനനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ മുംബൈ നഗരത്തെ അടക്കി വാഴുന്ന ബിസിനസ്മാൻ തന്റെ ലൈഫിൽ വലിയ പ്രശ്നം നേരിട്ട് സമ്പാദ്യമെല്ലാം നഷ്ടമായി തെരുവിൽ നിൽക്കുകയാണ്. പണമില്ലാതെ കഷ്ടപ്പെടുന്ന നായകനും പണം നഷ്ടപ്പെട്ട് തെരുവിൽ വന്ന ബിസിനസ്മാനും ഒരു ഘട്ടത്തിൽ കണ്ടുമുട്ടുകയാണ്. നായകന്റെയും ബിസിനസ്കാരന്റെയും പ്രശ്നം എന്തായി എന്നറിയണ്ടേ? കഥയിൽ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതൊരു സൈലന്റ് ഫിലിമാണേ. എങ്കിൽ നമുക്ക് ഗാന്ധി ടോക്സ് എന്ന തമിഴ് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ മുംബൈയിലുള്ളൊരു സ്ലം ഏരിയയാണ് കാണിക്കുന്നത്. അവിടെയാണ് കഥാനായകനായ മഹാദേവ് ജീവിക്കുന്നത്. മഹാദേവിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. മഹാദേവിന് ഇപ്പോൾ ആകെയുള്ളത് അമ്മ മാത്രമാണ്. അമ്മയ്ക്ക് നടക്കുവാനൊന്നും കഴിയത്തില്ല. അമ്മയെ എടുത്തുകൊണ്ടുവന്ന് അമ്മയുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുന്നത് മഹാദേവാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോയ്ലറ്റിന്റെ പരിസരത്തേക്ക് അമ്മയും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് മഹാദേവ്. ഒരുപാട് നേരം ക്യൂ നിൽക്കണം. മഹാദേവിന്റെ അച്ഛനാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഡ്യൂട്ടിയിലിരിക്കവേ മരണപ്പെട്ടു പോയി. പക്ഷേ എന്നാലും അച്ഛന്റെ ജോലി ഇതുവരെയായിട്ടും മഹാദേവിന് കിട്ടിയിട്ടേയില്ല. എങ്ങനെയെങ്കിലും ആ ഒരു ജോലി നേടിയെടുക്കണമെന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് അതിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാ. ഇതുവരെയായിട്ടും ഒന്നുമായില്ല. മഹാദേവിന്റെ ജീവിതം എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാ. കാശിനു വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പോലും അവരുടെ കയ്യിൽ അധികം കാശേയില്ല. മാത്രവുമല്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഹാരമൊക്കെ ഹോട്ടലിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ടാണ് മഹാദേവ് പോകുന്നതും. അവിടെയും കടമാണ് വാങ്ങുന്നത്. മഹാദേവ് താമസിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ട്. അവളുടെ പേരാണ് ഗായത്രി. രണ്ടുപേരും കുറേ വർഷങ്ങളായിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയാണ് പ്രണയിക്കുന്നതും. അവരങ്ങനെയാണ് അവർക്ക് പറയാനുള്ള കാര്യമെല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്നതും. മഹാദേവ് പതിവ് പോലെ തന്നെ അമ്മയ്ക്കുള്ള ആഹാരവും വാങ്ങി നൽകി കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോകും. ജോലിക്ക് വേണ്ടിയിട്ട് അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. അവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഒരുപാട് പേർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ മഹാദേവ് ഇന്റർവ്യൂവിനായിട്ട് കയറുന്ന സമയത്ത് മഹാദേവിന്റെ ഫയലാണെങ്കിൽ അത്ര നന്നായിട്ട് ആ ഒരു ഓഫീസർ നോക്കുന്നതേയില്ല. മഹാദേവിന്റെ മുന്നിലായിട്ട് ഒരു കോഫി കൊണ്ടുവന്ന് വെക്കും. പക്ഷേ മഹാദേവ് കോഫി കുടിക്കുന്നില്ല. ഉടനെ തന്നെ അവർ ആ ഫയൽ മഹാദേവിന് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാനായിട്ട് പറയുന്നു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് മഹാദേവ് ജനൽ വഴി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, മഹാദേവിന്റെ പിന്നാലെ മറ്റൊരാൾ ഇന്റർവ്യൂവിന് എത്തിയിട്ടുണ്ട്. അവനാണെങ്കിൽ ആ ഒരു കോഫി പകുതി കുടിച്ചതിന് ശേഷം പകുതി ആ ഓഫീസറിന് വെച്ച് നീട്ടുന്നു. ഫയല് പോലും നോക്കാതെ ആ ഒരു കോഫി കുടിച്ചതും പയ്യന് ജോലി കിട്ടി. എന്താണ് അവിടെ നടക്കുന്നതെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ മഹാദേവിന് മനസ്സിലാകുന്നില്ല. പുറത്തേക്കിറങ്ങിയ ആ പയ്യനോട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ കയ്യിൽ കാശ് കൊടുക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇപ്പോൾ ജോലി കിട്ടും. ഒരു 50,000 രൂപ നീ കൊടുക്കുകയാണെങ്കിൽ ആ ജോലി നിനക്കുറപ്പാ. ആ കോഫി പകുതി കുടിച്ചിട്ട് പകുതി അയാൾക്ക് വെച്ച് നീട്ടിയത് അയാൾക്ക് കൈക്കൂലി കൊടുക്കുന്നതിന്റെ അർത്ഥമാണെന്നുള്ള കാര്യം ആ പയ്യൻ എഴുതി കാണിക്കുകയാണ്. അതോടുകൂടി എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? തനിക്കൊരു ജോലിയും കിട്ടത്തില്ലേ? കാശിന് മുകളിൽ മാത്രമാണോ എല്ലാം നടക്കുക എന്നുള്ള മട്ടിൽ ചിന്തിച്ചുകൊണ്ടാണ് മഹാദേവ് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തുന്ന മഹാദേവ് ആണെങ്കിൽ അമ്മയ്ക്ക് വീണ്ടും ആഹാരം വാങ്ങുവാനായി പോകും. പക്ഷേ ഇത്തവണ ആ ഹോട്ടൽ ഉടമ ബാക്കി കൊടുത്തു തീർക്കാനുള്ള കാശ് കൊടുത്താൽ മാത്രമേ ആഹാരം തരൂവെന്ന് അവന് പേപ്പറിൽ എഴുതി കൊടുക്കുന്നു. അതോടുകൂടി മഹാദേവ് ആകെ തകർന്നു പോകും. മഹാദേവിന്റെ കയ്യിലാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് കാശുമില്ല. എന്നാണ് തന്റെ ഈ ബുദ്ധിമുട്ടെല്ലാം മാറി നല്ലൊരു ജീവിതം ജീവിക്കാനാകുക എന്ന ചിന്തയാണ് മഹാദേവിന്. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേർവഴിയെ കൂടി ജീവിക്കണമെന്നാണ് മഹാദേവ് കരുതിയിരിക്കുന്നത്. ആ ഒരു സ്വഭാവമാണ് ഗായത്രിക്ക് ഒരുപാട് ഇഷ്ടമായത്. എന്നെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടെല്ലാം മാറി നമ്മൾ നന്നായിട്ട് ജീവിക്കും, നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് ഗായത്രിയും പ്രതീക്ഷിക്കുന്നുണ്ട്. മഹാദേവ് നല്ലൊരു മനുഷ്യനാണ്. ബസ്സിൽ പോകുന്ന സമയത്തും ഒരാളാണെങ്കിൽ മറ്റൊരാളുടെ പോക്കറ്റ് അടിക്കുന്നു. ഈ ഒരു കാഴ്ച മഹാദേവ് കാണുന്നുണ്ട്. ഉടനെ തന്നെ അവനെ വിരട്ടുകയാ. നീ ആ പേഴ്സ് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു കൊടുക്കുമെന്ന രീതിയിലാണ് അവനെ വിരട്ടുന്നതും. ഉടനെ തന്നെ അവൻ ആ പേഴ്സ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ മഹാദേവിന് അതൊന്നും കണ്ടില്ല എന്ന് നടിക്കാം. പക്ഷേ മഹാദേവ് അങ്ങനെയുള്ള ഒരാളെയല്ല. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം മാറി ഒരു കാലത്ത് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് മഹാദേവ് അമ്മയ്ക്കൊപ്പം ജീവിച്ചു പോകുന്നതും. ആ ഒരു സീൻ അവിടെ കട്ടായി മുംബൈയിലുള്ള ഫേമസ് ബിസിനസ്മാനായ ബോസ്മാനെ കാണിക്കുന്നു. ബോസ്മാൻ ആണെങ്കിൽ ഒരു ബിസിനസ്മാനാണ്, ആർക്കിടെക്റ്റ് ആണ്. കയ്യിൽ ഒരുപാട് കാശുമുണ്ട്. ഒരുപാട് ലക്ഷറി കാറുകളുള്ള, വീടുകളുള്ള, ബിസിനസ് സ്ഥാപനങ്ങളുള്ള
വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ആളെന്ന് വേണമെങ്കിൽ ഈ ബോസ്മാനെ പറയാം. പക്ഷേ എന്തൊക്കെയുണ്ടെങ്കിലും ബോസ്മാന്റെ മനസ്സിൽ ഒരു തീരാ നഷ്ടമുണ്ട്. എന്തെന്നാൽ ബോസ്മാന്റെ ഭാര്യയും മക്കളുമെല്ലാം ഒരു പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടു പോയി. അതോടുകൂടി ബോസ്മാൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. എന്നാൽ അവന് ആകെയുള്ളത് അവന്റെ അമ്മ മാത്രമായിരുന്നു. പക്ഷേ അമ്മയും ഇപ്പോൾ അസുഖം ബാധിച്ച് കിടപ്പിലായി. ഒരു ഘട്ടത്തിൽ അമ്മയും മരണപ്പെട്ടു പോയി. പേഴ്സണൽ ലൈഫിൽ അവൻ ആരോരുമില്ലാതെയായി. ഒരുപാട് കാശുണ്ടെങ്കിലും അവൻ ആകെ വിഷമം അവൻ ആരുമില്ല എന്നൊരു ചിന്തയായിരുന്നു. എന്നാൽ ഈ ബോസ്മാൻ ആണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അയാളാണെങ്കിലോ തന്റെ പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ബോസ്മാനെ കൊടുക്കണമെന്നും തീരുമാനിക്കുന്നു. അയാൾ ഒരുപാട് പണിപ്പെട്ട് ബോസ്മാനിട്ട് പണി കൊടുക്കുകയാ. ഒടുവിൽ ബോസ്മാന്റെ ബിസിനസ് സ്ഥാപനങ്ങളും ലക്ഷറി കാറുകളും അവന്റെ വീടുകളും എല്ലാം തന്നെ ജപ്തിയായി. അതോടുകൂടി തെരുവിലിറങ്ങി നിൽക്കേണ്ടി വന്നു. കയ്യിൽ ഒരു പിടി കാശ് പോലുമില്ല. എല്ലാം അവന് നഷ്ടപ്പെട്ടു. ബിസിനസ് ആവശ്യത്തിനെടുത്ത ലോണൊന്നും തിരിച്ചടയ്ക്കാനാകാതെ കഷ്ടപ്പെടുകയാണ് ബോസ്മാൻ. ബോസ്മാന്റെ പേഴ്സണൽ ലൈഫിലും ബോസ്മാൻ ആകെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്മ, ഭാര്യ, മക്കൾ എല്ലാവരും അവന് നഷ്ടമായി. ആകെ ഉണ്ടായിരുന്ന ബിസിനസ്സും ആ ഒരു രാഷ്ട്രീയക്കാരൻ കാരണം നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ആകെ കൈവശമുള്ളത് സ്വന്തം വീടും പഴയൊരു കാറും ഒരു പിടി കാശും മാത്രമാണ്. അതുകൊണ്ട് കഷ്ടപ്പെടുകയാണ് ബോസ്മാൻ. ബോസ്മാൻ ആണെങ്കിലോ നേരെ ബാറിലേക്ക് വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കാശ് ബാറിൽ ഏൽപ്പിച്ചിട്ട് ഈ കാശിന് പറ്റിയ മദ്യമെല്ലാം എടുക്കുവാനായിട്ടും ബോസ്മാൻ പറയുന്നു. എന്തിനാ ഇത്രയും മദ്യം വാങ്ങിക്കൊണ്ടു പോകുന്നതെന്നാണ് അവിടെ നിൽക്കുന്നവർ ചിന്തിക്കുന്നത്. ബോസ്മാന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകെ മഹാദേവിന്റെയും ജീവിതം കാണിക്കുക. ബോസ്മാനെ പോലെ തന്നെ ആകെ തകർന്ന അവസ്ഥയിലാണല്ലോ മഹാദേവും. എല്ലാ ദിവസവും കോർപ്പറേഷൻ ഓഫീസിൽ കയറിയിറങ്ങിയതിനു ശേഷം മഹാദേവ് നേരെ എത്തുന്നത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൃഷ്ണന്റെ വേഷം കെട്ടി സ്റ്റാച്യു പോലെ നിൽക്കണം. ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും അനങ്ങാനോ ചിരിക്കാനോ ഒന്നും തന്നെ പാടില്ല. അങ്ങനെ അവർ പറയുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ് മഹാദേവിന് കിട്ടും. പതിവ് പോലെ തന്നെ ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കുകയാണ് മഹാദേവ്. കൃഷ്ണന്റെ വേഷം കെട്ടി അനങ്ങാതെ നിൽക്കുന്നു. കൂടി നിൽക്കുന്നവരെല്ലാം ഓരോന്ന് കാണിച്ചിട്ടും മഹാദേവ് ഒന്ന് ചലിക്കുന്നത് പോലുമില്ല. അത് കാണുന്ന ഒരു പയ്യനാണെങ്കിൽ മഹാദേവിന്റെ മുഖത്തേക്ക് ഐസ്ക്രീം വലിച്ചെറിയും. മഹാദേവ് ആകെ അപമാനപ്പെട്ടതുപോലെയായി. എന്നിട്ടും അവൻ ഒന്ന് അനങ്ങുന്നത് പോലുമില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം ആ ഒരു പ്രോഗ്രാമിൽ എത്തിയിരുന്ന ബോസ്മാൻ കാണുന്നുണ്ട്. ബോസ്മാൻ പതിയെ മഹാദേവിനടുത്തേക്ക് വന്നിട്ട് മഹാദേവിന്റെ മുഖത്തുണ്ടായിരുന്ന ഐസ്ക്രീം എല്ലാം തുടച്ചു മാറ്റുന്നു. എന്നിട്ട് ബോസ്മാൻ കൈകൊട്ടുകയാണ്. ബോസ്മാൻ കൈകൊട്ടുന്നത് കണ്ട് കൂടി നിന്ന് എല്ലാവരും കൈകൊട്ടും. മാത്രവുമല്ല ബോസ്മാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശ് മഹാദേവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആരാടാ ഇത്രയും നല്ല മനുഷ്യൻ, എനിക്ക് കാശും തന്നിട്ട് പോയി. ഈ നല്ല മനുഷ്യൻ ആരാ എന്നൊക്കെ മഹാദേവ് ചിന്തിക്കുന്നു. തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ബോസ്മാൻ ആരെന്നറിയുവാൻ വേണ്ടിയിട്ട് ബോസ്മാനെ ഫോളോ ചെയ്ത് പോവുകയാണ് മഹാദേവ്. വന്നെത്തുന്നതോ വലിയൊരു ബംഗ്ലാവ് പോലുള്ള വീട്ടിലേക്ക്. ഇതേതോ വലിയ കാശുകാരനാണല്ലോ എന്ന് ചിന്തിച്ച് മഹാദേവ് അവിടെ നിന്ന് പോകും. വീട്ടിലേക്ക് എത്തുന്ന സമയം ഹോട്ടലിൽ നിന്നും അവർക്ക് ഫുഡ് വന്നിരുന്നു. അതിലൊരു ചെറിയൊരു പേപ്പർ കഷ്ണവും ഉണ്ടായിരുന്നു. ഇത് നിനക്ക് വരുന്ന അവസാനത്തെ ഫുഡാണ്. നാളെ മുതൽ ഫുഡ് വേണമെങ്കിൽ ഇതുവരെയുമുള്ള കാശെല്ലാം തന്നു തീർക്കണമെന്നായിരുന്നു ആ ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതിയിരുന്നത്. നാളെ മുതൽ ഇനി എന്ത് ചെയ്യും, അമ്മയ്ക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കുമെന്നെല്ലാം മഹാദേവ് ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം അമ്മയ്ക്ക് എങ്ങനെ ആഹാരം കൊടുക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുകയായിരുന്നു മഹാദേവ്. അപ്പോഴാണ് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ ആഹാരം കഴിക്കുവാനായി എടുത്തു വെക്കുന്നത്. അയാൾ അറിയാതെ മഹാദേവ് അതിൽ നിന്നും ഒരുപിടി ആഹാരം എടുത്തുകൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നു. എന്റെ ജീവിതം എന്താ ഇങ്ങനെ, എന്നാ ഇത് മാറുന്നത് എന്നൊക്കെയാണ് മഹാദേവ് ചിന്തിക്കുന്നത്. അവൻ അങ്ങനെയൊക്കെ ചെയ്തതിൽ ആകെ സങ്കടം. ഇത്രയ്ക്കും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിലിരട്ടി വിഷമമാണ് അവനെ തേടി വന്നത്. എന്തെന്നാൽ മഹാദേവ് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടല്ലോ, ഗായത്രി. അവളുടെ വീട്ടിൽ മറ്റൊരു വിവാഹാലോചന വന്നിരിക്കുക. കാശുള്ള പയ്യന്റെ ആലോചനയാണ്. പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്നു. മഹാദേവ് ആകെ തകർന്നു പോവുകയാണ്. ഉറപ്പായിട്ടും അവൾ ആ പയ്യനെ വിവാഹം കഴിക്കുമെന്നാണ് മഹാദേവ് കരുതിയിരുന്നത്. എന്നാൽ ഗായത്രിയാണെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജീവിക്കുന്നെങ്കിൽ മഹാദേവിനൊപ്പം എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതും. വീട്ടുകാരെന്തോ ആലോചന കൊണ്ടുവരട്ടെ, പക്ഷേ താൻ ജീവിക്കുന്നെങ്കിൽ അത് മഹാദേവിനൊപ്പമാണെന്ന് അവനോട് അവൾ പറയുകയും ചെയ്യുന്നുണ്ട്. തന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജോലി നേടണമെന്ന് അവൻ തീരുമാനിക്കുന്നു. തന്റെ അച്ഛന്റെ ജോലി തനിക്ക് കിട്ടണമെങ്കിൽ 50,000 രൂപ കൈക്കൂലി കൊടുക്കണമല്ലോ. എങ്ങനെയെങ്കിലും 50,000 രൂപ സംഘടിപ്പിക്കണമെന്നും മഹാദേവ് തീരുമാനിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് മുൻപ് മഹാദേവ് ആണെങ്കിൽ ഒരു പോക്കറ്റടിക്കാരനെ കണ്ടില്ലേ, അവൻ കാറിൽ പോകുന്നത്. അവന്റെ കയ്യിലാണെങ്കിലോ ഒരുപാട് പേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അവൻ എത്രയും നാളും മോഷ്ടിച്ച പേഴ്സുകളാ. അതിനുള്ളിലായിട്ട് ഒരുപാട് കാശുമുണ്ടായിരുന്നു. അതെല്ലാം മഹാദേവിനെ എടുത്ത് കാണിച്ചിട്ട്, നീ ഇതുപോലെ തന്നെ നടക്ക്,
ഞാൻ ഇതുപോലെ കാശുമുണ്ടാക്കി സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന മട്ടിൽ അവൻ അവിടെ നിന്ന് പോകുന്നു. അതും കൂടി കണ്ടതോടുകൂടി ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നല്ലവനായിട്ട് കാര്യമില്ല, ഗാന്ധിയുടെ മുഖമുള്ള പേപ്പർ തന്റെ കയ്യിലും വേണമെന്നും മഹാദേവ് തീരുമാനിക്കുന്നു. മഹാദേവ് അതിനു വേണ്ടിയിട്ട് കൊള്ളയടിക്കുവാനായിട്ടാണ് തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്റെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ വേണം. ആയുധങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ട് മഹാദേവ് ഒരു മാർക്കറ്റിലേക്ക് പോകുന്നു. അതേ മാർക്കറ്റിൽ തന്നെയായിരുന്നു ബോസ്മാനും ഉണ്ടായിരുന്നത്. ബോസ്മാനെ കാണുന്ന മഹാദേവാണെങ്കിൽ ബോസ്മാന്റെ കയ്യിൽ നിന്നും ബോസ്മാന്റെ പേഴ്സ് തറയിൽ വീഴുന്നതും കാണുന്നു. എങ്ങനെയെങ്കിലും ആ ഒരു പേഴ്സ് പോയി എടുത്താലോ എന്ന് മഹാദേവ് തീരുമാനിക്കുന്ന അതേ സമയം തന്നെയായിരുന്നു ബോസ്മാൻ തിരികെ വന്ന് തന്റെ പേഴ്സും എടുത്തുകൊണ്ട് പോകുന്നത്. ബോസ്മാന്റെ കയ്യിൽ ഉറപ്പായിട്ടും കാശുണ്ടാകുമെന്ന് മഹാദേവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോസ്മാനെ ഫോളോ ചെയ്യുവാനായിട്ടും മഹാദേവ് തീരുമാനിക്കും. ബോസ്മാൻ തന്റെ സ്യൂട്ട് കേസുമായിട്ട് നേരെ പോകുന്നത് ഗ്യാംബ്ലിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. മഹാദേവും ബോസ്മാനെ ഫോളോ ചെയ്ത് ആ ഗ്യാംബ്ലിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. ബോസ്മാൻ സ്യൂട്ട് കേസ് തുറക്കുമ്പോൾ അതിലൊരുപാട് കാശിരിക്കുന്നതായിട്ടും ആ കാശ് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്നും മഹാദേവ് പ്ലാൻ ഇടുന്നു. മഹാദേവ് ആണെങ്കിലോ ബോസ്മാനെ സപ്പോർട്ട് ചെയ്യും വിധം അവിടെ നിൽക്കുകയാണ്. എന്നാൽ സമയം കഴിഞ്ഞതും ബോസ്മാൻ സ്യൂട്ട് കേസുമായിട്ട് പോയി. എന്തായാലും ഇയാളെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ താൻ വിചാരിക്കുന്ന കാശ് കിട്ടുമെന്നും മഹാദേവ് കരുതുന്നു. അതിനു വേണ്ടിയിട്ട് വീണ്ടും അടുത്തൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഗായത്രിക്ക് അടുത്തേക്ക് എത്തിയിട്ട് നമ്മുടെ പ്രശ്നമെല്ലാം തീരാൻ പോവുകയാ, ഞാൻ ഉറപ്പായിട്ടും ജോലി വാങ്ങും, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം, ഉടനെ തന്നെ അത് നടക്കും, നീ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നും മഹാദേവ് ഗായത്രിയോട് പറഞ്ഞിട്ട് പോകുന്നു. മഹാദേവ് പോകുന്ന സമയം തന്നെയായിരുന്നു മഹാദേവിന്റെ കയ്യിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം താഴേക്ക് വീഴുന്നത്. അത് ഗായത്രി എടുത്തു നോക്കും. അതിൽ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളായിരുന്നു മഹാദേവ് എഴുതി വെച്ചിരുന്നതും. അത് കണ്ട ഗായത്രി ആകെ തകർന്നു പോകുന്നു. കാരണം നേർവഴിയിലൂടെ മാത്രം നടന്നിരുന്ന മഹാദേവിനെ കണ്ട് അവനെ ഇഷ്ടമായ ഗായത്രിക്ക് ഇപ്പോൾ അവൻ നേർവഴിയെ അല്ല പോകുന്നതെന്നറിഞ്ഞ് ആകെ തകർന്ന അവസ്ഥയിലാണ്. എന്നാൽ മറ്റൊരു വശത്ത് മഹാദേവ് നേരെ പോയിരിക്കുന്നത് ബോസ്മാന്റെ വീട് എങ്ങനെയെങ്കിലും കൊള്ളയടിക്കണം, തനിക്ക് ആവശ്യമുള്ള 50,000 രൂപ മാത്രം അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ട് വരണമെന്ന പ്ലാനിലാണ് ബോസ്മാനെ ഫോളോ ചെയ്ത് പോകുന്നത്. ബോസ്മാൻ ആണെങ്കിലോ പതിവ് പോലെ ഗ്യാംബ്ലിംഗ് സ്ഥലത്ത് നിന്നും തന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബോസ്മാനെ ഫോളോ ചെയ്യുന്ന മഹാദേവ് അവിടെ ഫ്രൂട്ട്സ് ഒക്കെ വിറ്റുകൊണ്ടുവന്ന ഒരാളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ സൈക്കിൾ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. വീട്ടിലെത്തി വീടിന്റെ മുന്നിലായിട്ട് ഒരുപാട് നേരം മഹാദേവ് വെയിറ്റ് ചെയ്യും. എപ്പോഴെങ്കിലും ബോസ്മാൻ പുറത്തേക്ക് പോകുന്ന തക്കം നോക്കി ആ വീട്ടിൽ കയറി കൊള്ളയടിക്കണം. ഇതാണ് മഹാദേവിന്റെ പ്ലാൻ. എന്നാൽ മഹാദേവ് അവിടെ കാണുന്ന കാഴ്ച, ബോസ്മാനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നു. രണ്ടുപേരും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുക. മാത്രമല്ല ബോസ്മാൻ കുറച്ച് കാശ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് മഹാദേവിന് മനസ്സിലാകുന്നില്ല. കുറെ നേരം കഴിഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥൻ പോയിട്ട് വീണ്ടും തിരികെ വരുന്നു. എന്നിട്ട് ബോസ്മാനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ബോസ്മാൻ പോയ തക്കം നോക്കി മഹാദേവാണെങ്കിൽ വീടിനുള്ളിലേക്ക് പ്രവേശിക്കും. മഹാദേവ് കയറുന്ന അതേ സമയം തന്നെയായിരുന്നു ആ ഒരു പോക്കറ്റ് അടിക്കുന്ന ഒരുത്തനില്ലേ, അയാളും അതേ വീട്ടിൽ കൊള്ളയടിക്കുവാനായിട്ട് കയറുന്നത്. ആ ഒരു പോക്കറ്റ് അടിക്കാരനും കുറെ നാളുകളായിട്ട് ബോസ്മാനെ ഫോളോ ചെയ്യുകയാണ്. പക്ഷെ മഹാദേവിനും പോക്കറ്റ് അടിക്കുന്നവനും അറിയത്തില്ലല്ലോ ബോസ്മാൻ ആകെ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്, ആ ഒരു വീട് പോലും കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണെന്ന് അവർക്കറിയില്ലല്ലോ. അകത്ത് കയറിയ മഹാദേവ് വീടാകെ പരിശോധിക്കുന്നു. തനിക്ക് ആവശ്യമുള്ള 50,000 രൂപ അത് മാത്രം മതി, എവിടെ നിന്നെങ്കിലും കാശൊപ്പിച്ചിട്ട് തിരികെ പോകണം, അത് മാത്രമാണ് മഹാദേവിന്റെ ചിന്ത. പക്ഷേ ബോസ്മാൻ പോയിരിക്കുന്നതോ ഒരു മോർച്ചറിയിലേക്കും. മോർച്ചറിയിൽ നിന്നും ഒരു അനാഥ ഡെഡ് ബോഡിയുമായിട്ടാണ് ബോസ്മാൻ തിരികെ വരുന്നത്. അതേസമയം തന്നെയായിരുന്നു മഹാദേവ് അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിറയെ ആഹാരം ഇരിക്കുന്നത് മഹാദേവ് കാണുന്നത്. ഒരുപാട് നാളായല്ലോ നല്ല ആഹാരം കഴിച്ചിട്ട്, കൊതിയോടുകൂടി ആ ആഹാരമെല്ലാം എടുത്ത് കഴിക്കുവാനായും തുടങ്ങി. എന്നാൽ അതേസമയം പോക്കറ്റടിക്കാരനും ആ വീടിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അന്വേഷിച്ചു വരികയാണ്. എവിടെയെങ്കിലും കാശിരിക്കുന്നെങ്കിൽ അത് അടിച്ചുകൊണ്ടു പോകണം, അതാണ് അവരുടെ പ്ലാൻ. മഹാദേവിന്റെ മനസ്സിൽ ഈ ബോസ്മാന്റെ കയ്യിൽ എപ്പോഴും ഒരു സ്യൂട്ട് കേസ് കാണില്ലേ, ആ സ്യൂട്ട് കേസിനകത്താണല്ലോ ഒരുപാട് കാശുള്ളതും, ആ സ്യൂട്ട് കേസ് കണ്ടെത്തണം. അതിനാണ് മഹാദേവൻ ശ്രമിക്കുന്നത്. അതേസമയമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനും ബോസ്മാനും വലിയ ബാഗുമായിട്ട് അവിടേക്ക് എത്തുന്നത്. ആ ബാഗിനുള്ളിൽ ഡെഡ് ബോഡിയാണെന്നുള്ള കാര്യമൊന്നും മഹാദേവൻ അറിയത്തില്ല. ഡെഡ് ബോഡി കൊണ്ടുവന്ന് ആ വീട്ടിലെ ബാത്ത് ടബിൽ വെക്കുകയാണ്. എന്നാൽ വീട്ടിൽ ആരോ ഉണ്ട് എന്നുള്ള സംശയം ബോസ്മാന് തോന്നുന്നു. ആരോ അവിടേക്ക് നടക്കുന്നത് പോലെ തോന്നി തന്റെ തോക്കുമെടുത്ത് അവിടെ മാകെ ആളിനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ ഇത് മഹാദേവ് കാണും. മഹാദേവ് ഉടനെ തന്നെ ബോസ്മാന്റെ കണ്ണിൽ പെടാതെ നേരെ ചെല്ലുന്നത് ബാത്റൂമിലേക്കും. അവിടെ കയറി ഒളിച്ചിരിക്കാമെന്നാണ് മഹാദേവ് കരുതുന്നത്. അപ്പോൾ ദേ ബാത്ത് ടബിൽ ഡെഡ് ബോഡി കിടക്കുന്നതും മഹാദേവ് കാണുന്നു. മഹാദേവ് ആകെ ഷോക്കായി പോവുകയാണ്.
ബോസ്മാന്റെ പ്ലാൻ എന്തെന്നാൽ ബോസ്മാൻ ബിസിനസിന് വേണ്ടിയിട്ട് എടുത്ത കാശൊന്നും തിരിച്ചു കൊടുക്കുവാനായിട്ട് ബോസ്മാന് നിവർത്തിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും താൻ മരണപ്പെട്ടു പോയി എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബോസ്മാൻ ഒരു അനാഥ ഡെഡ് ബോഡി കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ബോസ്മാൻ ആണെങ്കിൽ ബാറിൽ ചെന്നിട്ട് അവിടെയുള്ള മുഴുവൻ മദ്യവും വാങ്ങിക്കൊണ്ട് വന്നില്ലേ, അത് യഥാർത്ഥത്തിൽ വീട് മുഴുവൻ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡെഡ് ബോഡിക്ക് മേലും മദ്യമൊഴിച്ചാണ് കിടത്തിയിരിക്കുന്നത്. മഹാദേവിന് എന്തൊക്കെയോ വശപിശക് തോന്നുന്നു. ഈ വീട് മുഴുവൻ കത്തിക്കുവാനായിട്ടുള്ള പ്ലാനാണെന്ന് മനസ്സിലാക്കിയ മഹാദേവ് ബോസ്മാന്റെ സ്യൂട്ട് കേസും അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളുമൊക്കെ ബോസ്മാൻ അറിയാതെ അടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പോകുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ആ പോക്കറ്റടിക്കാരനാണെങ്കിലോ ആ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. സ്യൂട്ട് കേസും വിലപിടിപ്പുള്ള സാധനങ്ങളുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന മഹാദേവ് നേരെ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച അവനോട് ഒരുപാട് ദേഷ്യത്തിൽ നിൽക്കുന്ന ഗായത്രിയാണ്. ഗായത്രിക്ക് സംഭവമെല്ലാം അറിയാമല്ലോ. ഗായത്രി അത് മഹാദേവിനോട് ചോദിക്കും. നീ എവിടെ നിന്നാണോ ഇത് എടുത്തുകൊണ്ട് വന്നത് അവിടേക്ക് തന്നെ തിരികെ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് മഹാദേവിനോട് ഗായത്രി പറയുമ്പോൾ, എനിക്ക് എന്തായാലും ആ ജോലി വേണം, ജോലിക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കണം, ആ കാശാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഇതെനിക്ക് തിരികെ കൊടുക്കാൻ പറ്റില്ല എന്നും മഹാദേവ് പറയുന്നു. ഇത് തിരികെ കൊടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. നീ എന്നാ ഇതുപോലെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്? നീ ഞാനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഇതെല്ലാം തിരികെ കൊണ്ടുവന്ന് കൊടുക്കണമെന്നും ഗായത്രി പറയുന്നു. ഗായത്രി പറയുന്നത് കേട്ട് മഹാദേവ് ഒരു നിമിഷം ചിന്തിക്കും. എന്തെന്നാൽ മഹാദേവ് ബോസ്മാന്റെ ഈ ഒരു സൂട്ട് കേസൊക്കെ അടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ബോസ്മാൻ എഴുതി വെച്ചിരുന്ന ലെറ്റർ മഹാദേവ് വായിച്ചിരുന്നു. അതിൽ ബോസ്മാൻ എഴുതിയിരുന്നത്, കാശിക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം അത് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിലാണ് ആ ഒരു ലെറ്ററിൽ ബോസ്മാൻ എഴുതിയിരുന്നത്. അത് കാണുന്നതും കുറ്റബോധത്തോടു കൂടിയാണ് മഹാദേവി കാശൊക്കെ അടിച്ചുകൊണ്ട് വരുന്നതും. അതേ കുറ്റബോധം തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. ബോസ്മാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാദേവ് അതെല്ലാം തിരികെ കൊണ്ടുവയ്ക്കുവാനായിട്ട് പോവുകയാണ്. ഗായത്രി പറഞ്ഞത് അതുപോലെ തന്നെ മഹാദേവ് അനുസരിക്കുന്നു. പണ്ട് താൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നേർവഴിക്ക് ജീവിക്കണമെന്നും മഹാദേവ് തീരുമാനിക്കും. എന്നാൽ മറ്റൊരു വശത്ത് ബോസ്മാൻ തന്റെ വീടിന് തീവയ്ക്കുകയാണ്. തന്റെ ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും ഓർമ്മകളടങ്ങിയ വീടായിരുന്നു അത്. മനസ്സില്ലാ മനസ്സോടെയാണ് ബോസ്മാൻ അത് ചെയ്യുന്നത്. നിറ കണ്ണുകളോടെ വീട് തീപിടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ബോസ്മാൻ. എന്നാൽ അവിടെ മറ്റൊരു ട്വിസ്റ്റ്. സത്യത്തിൽ ഈ ബോസ്മാൻ ആണെങ്കിൽ ആ വീട് കത്തിക്കുന്നതിന് മുൻപ് തന്നെ ആരും അറിയാതെ വീട്ടിൽ കുറേ സ്വർണ്ണ ബിസ്ക്കറ്റ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. വീട്ടിൽ റെയ്ഡിന് വന്നപ്പോൾ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധമാണ് ബോസ്മാൻ സ്വർണ്ണ ബിസ്ക്കറ്റ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അതെല്ലാം കൈക്കലാക്കിയ ശേഷമാണ് വീട് തീ വെച്ചിരിക്കുന്നതും. എവിടെ പോയാലും ബോസ്മാന് ജീവിക്കാൻ വേണ്ടിയിട്ട് ബോസ്മാൻ സ്വർണ്ണ ബിസ്ക്കറ്റ് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമാധാനത്തിലാണ് ബോസ്മാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ അവിടേക്ക് മുഖമൊക്കെ മറച്ച രീതിയിൽ മഹാദേവ് വരുന്നു. എന്നിട്ട് ബോസ്മാന്റെ വീട്ടിൽ നിന്നും എടുത്ത സ്യൂട്ട് കേസും പിന്നെ അവിടെ നിന്നെടുത്ത വിലപിടിപ്പുള്ള സാധനങ്ങളും എല്ലാം ബോസ്മാനെ ഏൽപ്പിക്കുന്നു. പക്ഷേ ബോസ്മാനെ മഹാദേവിന്റെ കണ്ണ് കണ്ടതും ആളിനെ പിടികിട്ടി. കാരണം അന്ന് കൃഷ്ണന്റെ വേഷം കെട്ടി നിന്ന സമയത്ത് അവന്റെ മുഖത്ത് വീണ്ടിരുന്ന ഐസ്ക്രീം എല്ലാം തുടച്ചു മാറ്റിയത് ബോസ്മാൻ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നീ ആ വേഷം കെട്ടുന്ന ആളല്ലേ എന്ന് ബോസ്മാൻ ചോദിക്കുന്നു. മഹാദേവാണെങ്കിലോ അതേ എന്ന് പറഞ്ഞിട്ട് ബോസ്മാന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞാണ് സാധനങ്ങളെല്ലാം തിരികെ കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് സാഹചര്യം കൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നും തുറന്നു പറയുന്നു. അത് കേട്ടതും ബോസ്മാൻ ആകെ സങ്കടമായി. എന്നിട്ട് ആ ഒരു സ്യൂട്ട് കേസിലുണ്ടായിരുന്ന കാശും ബോസ്മാനാണെങ്കിൽ മഹാദേവിനെ ഏൽപ്പിക്കുന്നു. 50,000 രൂപയുണ്ടായിരുന്നു. മഹാദേവാണെങ്കിലോ ആ കാശും കൊണ്ട് തിരികെ പോവുകയാണ്. പക്ഷേ പോകുന്ന സമയത്ത് മഹാദേവ് ചിന്തിക്കുന്നത്, ആ കാശ് താൻ എടുക്കരുത്, മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന്. കാശ് കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, ഒരാളുടെ കയ്യിൽ നിന്നും സൈക്കിൾ തട്ടിയെടുത്തുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. അയാൾക്ക് സൈക്കിളും ഏൽപ്പിച്ച് ഈ 50,000 രൂപ അയാൾക്കും കൊടുത്തിട്ടാണ് മഹാദേവ് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ എന്തായാലും തനിക്ക് കിട്ടിയ ഈ ഒരു 50,000 രൂപ മറ്റൊരാൾക്ക് കൊടുത്തല്ലോ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കാശ് സമ്പാദിക്കണം, കഷ്ടപ്പെട്ട് തന്നെ താൻ ജീവിതത്തിൽ മുന്നിൽ വരണമെന്നാണ് മഹാദേവ് തീരുമാനിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ വീടിന് തീ വെച്ച സമയത്ത് അതിനുള്ളിൽ ഒരു പോക്കറ്റടിക്കാരനുണ്ടല്ലോ. എന്നാൽ അവനാണെങ്കിലോ എലിപ്പെട്ടിയിൽ പെട്ടുപോയ എലിയുടെ അവസ്ഥയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാ. ഒരു ഘട്ടത്തിൽ ജനൽ പൊളിച്ച് വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്നുമുണ്ട്. മഹാദേവാണെങ്കിലോ സമാധാനത്തിൽ തന്റെ വീട്ടിലേക്കും വരുന്നു. ബോസ്മാൻ വീടും കത്തിച്ചതിന് ശേഷം തന്റെ കൈവശമുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അടുത്ത ദിവസം ന്യൂസിൽ കാണിക്കുന്നത് പ്രമുഖ ബിസിനസ്മാൻ വീടിനുള്ളിൽ തീ കൊളുത്തി മരിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നാണ്. സത്യത്തിൽ ബോസ്മാൻ ആണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ബോസ്മാൻ തന്റെ കയ്യിലുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുമായിട്ട് വേറെ എവിടെയോ പോയി ജീവിക്കുന്നു. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ബോസ്മാൻ ഇപ്പോൾ ഈ പണി ചെയ്തിരിക്കുന്നത്. അതാർക്കും അറിയത്തില്ല. അങ്ങനെ ന്യൂസൊക്കെ എല്ലാവരും കാണുകയാണ്. മറ്റൊരു വശത്ത് പതിവ് പോലെ തന്നെ തന്റെ ജോലി അന്വേഷിച്ച് നടക്കുകയാണ് മഹാദേവ്. ഒരു ഘട്ടത്തിൽ മഹാദേവ് ആഗ്രഹിച്ച ജോലി മഹാദേവിന് കിട്ടി.
മഹാദേവ് അച്ഛനെ പോലെ തന്നെ നാട് വൃത്തിയാക്കുന്ന ജോലിയിലാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതും. അവനിപ്പോൾ ഒരുപാട് സന്തോഷവുമുണ്ട്. മഹാദേവിനടുത്തേക്ക് ആഹാരവുമായി എത്തുകയാണ് മഹാദേവിന്റെ അമ്മയും ഗായത്രിയും. മഹാദേവ് ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം അവന് കിട്ടുന്നത് കാണിച്ചുകൊണ്ടാണ് കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.